ആര്യ, ഈ വലിയ ഒരുക്കങ്ങളുണ്ടായിരുന്നു, ലഡ്ഡു ഉണ്ടായിരുന്നു ആര്യ പറഞ്ഞ പോലെ. അതുപോലെ തന്നെ വലിയ സ്ക്രീനിൽ ഈ മത്സരം തത്സമയം കാണാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഈ അമ്മാവൻ കൂടിയായിട്ടുള്ള മഹാവീർ സിംഗ് ഫോഗട്ടിൻ്റെ ഗുസ്തി അഖാഡയിലാണ്. നമ്മൾ ഇപ്പോഴുള്ളത് ബലാലിയിലുള്ള വിനേഷ് ഫോഗട്ടിൻ്റെ വസതിയിലാണ്. ആ വീട്ടിലാണിത്. ഒളിമ്പിക്സിൻ്റെ ആ ചിഹ്നവും അതുപോലെ തന്നെ റെസ്ലിങ്ങിൻ്റെ ചിഹ്നവും എല്ലാം വരച്ച ആ വലിയ ഗ്ലാസിൻ്റെ ആ ചില്ലുകൂടെ എല്ലാം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വലിയ ആഘോഷങ്ങൾക്ക് തയ്യാറെടുത്ത ഒരു ഗ്രാമമാണ് ഹരിയാനയിലെ ബലാലി എന്ന് പറയുന്ന ഗ്രാമമാണ്. ഇങ്ങനെ ആകെ ശോകമുഖമായി മാറിയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ വീടിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ സ്വീകരണ മുറിയാണ്. ഇവിടെ ഇക്കാലം അത്രയും വിനേഷ് ഫോഗട്ട് നേടിയ ആ നേട്ടങ്ങളെല്ലാം ഒരു ഫോട്ടോ ഫ്രെയിമുകളായിട്ടും അതുപോലെ തന്നെ പുരസ്കാരങ്ങളായിട്ടും എല്ലാം തന്നെ ഇവിടെ വെച്ചിട്ട് കാണാൻ സാധിക്കും. അവർ നേടിയ മെഡലുകൾ, അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പമുള്ള ഫോട്ടോ, അവർ അർജുന അവാർഡ് വാങ്ങിയ സമയത്ത് നേടിയ ആ പുരസ്കാരം എല്ലാം തന്നെ ഇവിടെ ചില്ലുകൂട്ടിൽ ഒരു ഫോട്ടോ ഫ്രെയിമായി ഓർമ്മയെന്നോളം തന്നെ വെച്ചിട്ടുണ്ട്. അവർക്കിനി ബാക്കി ഉണ്ടായിരുന്നത് എന്ന് പറയാൻ പ്രധാനമായിട്ടും അത് ഒളിമ്പിക്സ് മെഡലായിരുന്നു. ഓരോ കായിക താരത്തെയും പോലെ തന്നെ ഒളിമ്പിക്സ് മെഡൽ ആ ഒരൊറ്റ സ്വപ്നം തന്നെയാണ് ആ വിനേഷ് ഫോഗട്ടിനെയും മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തൊട്ടടുത്ത് കൈപ്പിടിയിൽ എത്തിയിട്ടാണ് അവിടെ നിന്നും നിർഭാഗ്യം അയോഗ്യയുടെ രൂപം എടുത്തുകൊണ്ട് അത് തട്ടിക്കളഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ വിനേഷ് ഫോഗട്ടും അവരുടെ സഹോദരിയുടെയും എല്ലാം തന്നെ നേരത്തെ ഏഷ്യാഡിൽ അടക്കം അവർ നേടിയ മെഡലുകളെല്ലാം ഉൾപ്പെടെയുള്ള ചിത്രങ്ങളാണ് എന്തായാലും ഇവിടെ ഈ സ്വീകരണ മുറിയിൽ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഇവിടെ ഈ വീടിനകത്തേക്ക് വരുന്നവരെ ഓരോരുത്തരും സ്വീകരിച്ചെത്തുന്നതും ഈ വിനേഷിൻ്റെ നേട്ടങ്ങളാണ്. ഓരോ മത്സരത്തിലും അവർ പരിശീലനം കൊണ്ട് കഷ്ടപ്പെട്ട് പരിശീലിച്ച് നേടിയെടുത്ത ആ ചിത്രങ്ങളാണ്, ആ നേട്ടങ്ങളുടെ ഓർമ്മകളാണ് നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത്, സ്വീകരിക്കുന്നത്. അവിടെ നിന്നും ഇപ്പോൾ ഏറ്റവും വലിയ സ്വപ്നമായിട്ടുള്ള ഒളിമ്പിക്സ് മെഡൽ അത് കൈപ്പത്തിയിൽ എത്തിയതിനു ശേഷം അത് പക്ഷേ നിർഭാഗ്യത്തിൻ്റെ രൂപത്തിൽ തട്ടിക്കളഞ്ഞിരിക്കുന്നു. ഈ വീട്ടിൽ ഇപ്പോഴുള്ളത് വിനേഷിൻ്റെ അമ്മ മാത്രമാണ്. അവരോട് നേരത്തെ നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവർ സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല. വിനേഷിൻ്റെ സഹോദരൻ അതുപോലെ തന്നെ സഹോദരിയും വിനേഷിനൊപ്പം തന്നെ പാരീസിലുണ്ട്. അവരെ ആശ്വസിപ്പിക്കാനായിട്ടും അതുപോലെ തന്നെ ഇക്കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം അവർക്കൊരു പ്രചോദനമായിട്ട് ഒപ്പം ഉണ്ടായിരുന്നത് ഈ സഹോദരങ്ങളാണ്. അച്ഛൻ നേരത്തെ മരിച്ചതായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരെ ഈ കൈപിടിച്ച് കൊണ്ടുവന്നത്, ഗുസ്തിയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നതെല്ലാം തന്നെ മഹാവീർ സിംഗ് ഫോഗട്ടാണ്. അവരുടെ അച്ഛൻ്റെ സഹോദരനാണ്, അമ്മാവനാണ്. അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ 4 മക്കളായിട്ടുള്ള ഗീത ഫോഗട്ട്, ബബിത ഫോഗട്ട് ഉൾപ്പെടെയുള്ള 4 മക്കളും അതുപോലെ തന്നെ ഈ സഹോദരൻ്റെ മക്കളായിട്ടുള്ള 2 പേരെയും വിനേഷിനെയും വിനേഷിൻ്റെ സഹോദരിയും ഗുസ്തിയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നതും അതിനുശേഷം ഓരോ മത്സരങ്ങളിലും മുന്നേറി അവസാനം ഒളിമ്പിക്സ് എന്ന സ്വപ്നത്തിലെത്തിയത്. 2020 ടോക്കിയോ ഒളിമ്പിക്സ് പരിക്കിൻ്റെ രൂപത്തിലായിരുന്നു അവർക്ക് ഒരു വിനയായത്. എന്നാൽ ഇവിടെ മികച്ച ഫോമിൽ ലോക 1-ാം നമ്പർ താരത്തെ പോലും അട്ടിമറിച്ചുകൊണ്ട് സ്വർണം ഏറെക്കുറെ ഉറപ്പായി എന്ന് നമുക്ക് തോന്നിയ ഒരു നിമിഷത്തിൽ നിന്നാണ് പിന്നീട് അവർക്കത് നഷ്ടമായി പോയത്. പക്ഷേ അത് നിർഭാഗ്യമെന്ന് തന്നെ പറയാൻ വേണ്ടി സാധിക്കും. 100 ഗ്രാം, ആ 100 ഗ്രാമിൻ്റെ കനം അത് എത്രത്തോളമാണ് ഈ 140 കോടി ജനങ്ങളെയും ബാധിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ കനം എത്രത്തോളം നമ്മളെ എല്ലാവരെയും വിഷമിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ചിത്രം കൂടി എനിക്ക് ഈ ഗ്രാമത്തിൽ എത്തിയപ്പോൾ കാണാൻ സാധിച്ചു. ഇനി നമുക്ക് ഇവിടെ നിന്നും ഒരു 2 കിലോമീറ്റർ ദൂരമുണ്ട് ഇവരുടെ അമ്മാവൻ്റെ അഖാഡയിലേക്ക്. ആ അഖാഡയിലാണ് ഈ താരങ്ങളെ എല്ലാവരും വളർത്തിയെടുത്തത്. ഒപ്പം തന്നെ ഒരുപാട് കായിക താരങ്ങൾക്ക് പ്രചോദനമായിട്ടുള്ള, അതുപോലെ തന്നെ ഒളിമ്പിക്സ് അടക്കമുള്ള സ്വപ്നങ്ങളിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുന്ന കായിക താരങ്ങൾക്ക് എല്ലാം ഒരു ആശ്വാസമാണ്. മാത്രമല്ല മാതൃക, പോരാടുന്ന എല്ലാവർക്കും വലിയൊരു മാതൃകയായിരുന്നു. രാജ്യത്തിന് തന്നെ സുവർണപുത്രിയാണ്. നോക്കൂ, ഇന്നലെ വിനേഷ് തോൽപ്പിച്ചത് ജപ്പാൻ താരം. ആകെ 3 മത്സരങ്ങൾ മാത്രമേ തോറ്റിട്ടുള്ളൂ ജീവിതത്തിൽ യു സുസാക്കി. ആ യു സുസാക്കിയെ തോൽപ്പിച്ചാണ് ഫൈനലിലേക്ക് നമ്മുടെ വിനേഷ് എത്തിയിരുന്നത്. ഈ ഗുസ്തി ഫെഡറേഷന്റെ നിയമം അനുസരിച്ച് ഈ രീതിയിൽ അയോഗ്യയാക്കപ്പെട്ടാൽ ഏറ്റവും അവസാനത്തെ സ്ഥാനത്തായിരിക്കും അങ്ങനെയാണെങ്കിൽ പരിഗണിക്കുക. അതായത് 32-ാം സ്ഥാനം. സ്വർണവും വെള്ളിയും ഉറപ്പിച്ചിരുന്ന വിനേഷാണ് ഇപ്പോൾ 32-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ പോകുന്നത്.